ജോൺ കൂടി ചേരുന്നു. കോട്ടയത്തു നിന്നുമാണ് ജോൺ വിളിക്കുന്നത്. ശ്രീ ജോൺ, കോട്ടയത്തു നിന്നും വിളിക്കുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലം അനാഥമായി കിടക്കുകയാണ്. അതും കൂടി PC ജോർജിൻ്റെ കണ്ണിലുണ്ട്, നോട്ടമുണ്ട്, ലക്ഷ്യമുണ്ട്. ഷോൺ ജോർജിനെ മത്സരിപ്പിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹവും ഉണ്ട്. ഏതായാലും PC ജോർജ് മുന്നണിയിലേക്ക് വരുമ്പോൾ, UDF-ലേക്ക് വരുമ്പോൾ രണ്ട് കൈയും നീട്ടി കോൺഗ്രസ് സ്വീകരിക്കണമോ? ക്ഷമിക്കണം, എന്റെ പേര് ജോൺ എന്നല്ല, എന്റെ പേര് ഷോൺ ജോർജ് എന്നാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആള് തന്നെയാണ് ഞാൻ. ഈ ചർച്ചയിലേക്ക് വളരെയധികം നന്ദി. അല്ല, അങ്ങനെ പറയാതെ, അങ്ങനെ വെച്ചിട്ട് പോകാതെ കേട്ടോ. എനിക്ക് പറയാനുള്ള അവസരം നൽകൂ. നിങ്ങൾ ഈ ചർച്ച ഒരു മാധ്യമ ധർമ്മം, നിങ്ങൾക്ക് ശരിയോ തെറ്റോ എന്ന് പ്രേക്ഷകരോട് ചോദിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ നിങ്ങൾ കോൺഗ്രസിന് PC ജോർജ് ബാധ്യതയാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വിടുപടി ചെയ്യുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് രാഷ്ട്രീയം പാടുണ്ടോ? ഒരു ചാനലല്ലേ, നിങ്ങൾ മാധ്യമമല്ലേ? അല്ല ഷോൺ, ഇത് ചോദിക്കാനുള്ള കാരണം 2015 ഏപ്രില് PC ജോർജ് മുന്നണി വിട്ടു പോകുന്ന സമയത്ത് PC ജോർജ് ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? മതികെട്ടാൻ മലയിൽ അന്ന് മന്ത്രിയായിരുന്ന CU കുരുവിള അഴിമതി കാണിച്ചു എന്ന് LDF-ന് ബോധ്യപ്പെട്ടപ്പോൾ LDF അന്ന് പ്രഖ്യാപിച്ച, എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, മന്ത്രിയെ പുറത്താക്കുന്നു, അതോടൊപ്പം ഈ ആരോപണം ഉന്നയിച്ച PC ജോർജിനെ പുറത്താക്കുന്നു. അങ്ങനെ LDF-ന് പുറത്താക്കി. UDF-ന് എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ കൂടെ പാർട്ടി ചെയർമാനായിരുന്ന ശ്രീ KM മാണി ബാർ കോളേജിൽ അഴിമതി കാണിച്ചു എന്ന് PC ജോർജ് ആരോപിച്ചപ്പോ ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളെ പുറത്താക്കി. ചീഫ് വിപ്പ് സാറ് ഞങ്ങളെ പുറത്താക്കി. അപ്പോ ഇവിടെയുള്ള ആര് അഴിമതി കാണിച്ചാലും മിണ്ടരുന്നതാണോ നിങ്ങൾ ചാനലുകാർ പറയുന്നത്? ഇതാണോ മര്യാദ? ഇതാണോ മാധ്യമധർമ്മം? ശരി, ഏതായാലും PC ജോർജിന് മണ്ഡലത്തിൽ ഏതായാലും ജനസ്വീകാര്യത ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ താങ്കൾക്ക് അറിയാവുന്നത് ഞാൻ പറയാം. ഇവിടെ പത്രം വായിക്കുന്ന സാമാന്യ ബോധമുള്ള കാലാകാലങ്ങളായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഓരോ സാധാരണക്കാരന്റെ മനസ്സിൽ PC ജോർജിന് സ്ഥാനമുണ്ട്. അത് നിങ്ങളെപ്പോലെ ഒരു ചാനലിൽ നിന്ന് ഇതുകൊണ്ട് വൃത്തികെട്ട ചർച്ചയൊന്നും നടത്തിയാൽ PC ജോർജിനെ സാധാരണക്കാരന്റെ മനസ്സിൽ നിന്ന് കളയാമെന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഷോൺ എന്തെങ്കിലും ഒരു ധാരണ, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? എന്താണ് സത്യത്തിൽ? ഇനിയിപ്പോ ഇത്രയൊക്കെ സംസാരിച്ചല്ലോ, എന്താണ് അങ്ങനെ ഒരു നീക്കമുണ്ടോ സത്യത്തിൽ? പ്രിയ സുഹൃത്തെ, ഞാൻ ആ പാർട്ടിയുടെ ഒരു അംഗമാണ്, മനസ്സിലായില്ലേ? പാർട്ടി നേതൃത്വം ഇന്ന് 9 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗിച്ചേക്കുന്ന സമിതി അനുയോജ്യമായ തീരുമാനമെടുക്കും. 2 തീരുമാനങ്ങൾ നിർണായകമായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ CPM-ആയിട്ടല്ല, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവുമായി ഞങ്ങൾ സഹകരിക്കില്ല. മതേതരത്വവും ന്യൂനപക്ഷത്തോടുള്ള സമീപനവും മാറ്റാതെ BJP-യായി സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ മൂന്നാമതൊരു ഓപ്ഷൻ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഞങ്ങളുടെ പാർട്ടി വിശ്വസിക്കുന്നു. അതുമായുള്ള ചർച്ചകൾ, മുന്നേ തീരുമാനങ്ങൾ, ഇതൊക്കെ പിന്നീടുണ്ടാവും. നിങ്ങൾ ചർച്ച നടത്തി, നിങ്ങൾ ആർക്ക് വേണ്ടിയായി വിടുപടി ചെയ്യുന്നത്? എനിക്കതാ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചർച്ച നടത്തുമ്പോ നിങ്ങൾക്ക് പ്രേക്ഷകരോട് ചോദിക്കാൻ അവകാശമുണ്ട്, ശരിയോ തെറ്റോ. പക്ഷെ നിങ്ങൾ വിധി എഴുതരുത്. വിധി എഴുതുന്നില്ലെന്ന് മാത്രമല്ല, മണ്ഡലത്തിൽ നിന്ന് വിളിച്ച ആളുകൾ വളരെയധികം ഏറെക്കുറെ വിളിച്ചവരുടെയൊക്കെ അഭിപ്രായം കേട്ടല്ലോ. വളരെയധികം നന്ദി ശ്രീ